ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഊത്തപ്പം അരി വെച്ചിട്ടല്ല, അപ്പോൾ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ റവയിലാണ് ഊത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്ത റവയൊന്നുമല്ല, സാധാരണ റവ. അതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് മതി. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ചെറിയ പച്ചമുളക് കുനുകുന അരിഞ്ഞത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു കൂട്ട് നമുക്കൊരു 20-25 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഊത്തപ്പം തയ്യാറാക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു കപ്പ് പിന്നെ ഒരു ഇത്രയും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ വെള്ളം എത്രത്തോളം വേണ്ടി വരുമോ ഇല്ലേ എന്നൊക്കെ. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുവാണേ. നമുക്ക് ഊത്തപ്പത്തിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളിയുടെ ഉള്ളിലത്തെ നീക്കിയിട്ട് ഒരു പകുതി തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ സോഫ്റ്റ് പാർട്ടെല്ലാം നീക്കിയിട്ട് തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് മല്ലിയില, പിന്നെ ഒരു 2 പച്ചമുളക് എല്ലാം കുനുകുന അരിഞ്ഞിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഊത്തപ്പത്തിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വേറെയും കൂടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒത്തിരി ചെറുതായി മുറിച്ച് ചേർക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെള്ളമൊക്കെ പാകമാണോ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്, നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒരു കട്ടി ബാറ്ററാണ് നമുക്ക് വേണ്ടത്. സാധാരണ ദോശയുടെ പോലെ അത്ര ലൂസ് വേണ്ട. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ. ഇത്രയും വെള്ളം വേണം, അധികം കൂടി പോകരുത്. ഓക്കെ, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഊത്തപ്പം റെഡിയാക്കാം കേട്ടോ. ഇനി ഈ കൂട്ടിനകത്തോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ലാതെ നമുക്ക് ആക്കാം കേട്ടോ. ഇപ്പം ബേക്കിംഗ് സോഡ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴികൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് സാധാരണ ഒരു പ്ലെയിൻ കട്ടിയുള്ള ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഊത്തപ്പം തയ്യാറാക്കാം. അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഊത്തപ്പത്തിന് ഒരു ചെറിയ കയ്യിലെടുത്തിട്ട് ഒത്തിരി പരത്തണ്ട. ഇതിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചേക്കുന്ന സവാളയുടെയും കാപ്സിക്കം അതിൻ്റെയൊക്കെ മിക്സറിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഒരു സൈഡായിട്ടുണ്ട്, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അരച്ചിട്ട് അപ്പുറത്തെ സൈഡും ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അതിൻ്റെ പുറത്ത് ഇത്തിരി കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വേണം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദോശയുടെ ഉള്ള വേവത്തില്ല. ഏകദേശം 1 മിനിറ്റ് മതിയാവും. ഈ സൈഡിൽ കൂടെ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ എല്ലാ ഊത്തപ്പം കൂടെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഊത്തപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.